കുട്ടികൾ ഏറ്റവും ആദ്യം റോൾ മോഡലാക്കുന്നത് അവരുടെ മാതാപിതാക്കളെയാണ്. ഏതൊരു കുട്ടിയുടെയും സുരക്ഷാ വലയവും മാനസിക വളർച്ചയുടെയും ഏറ്റവും വലിയ കേന്ദ്രമാകുന്നത് കുടുംബമാണ്. മുതിർന്നവർ വിചാരിക്കും കുട്ടികളല്ലേ, അവര് മുതിർന്നവർ പറയുന്ന കാര്യങ്ങളും പ്രവർത്തികളും ഒന്നും ശ്രദ്ധിക്കില്ല എന്ന്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. കുട്ടികൾ വളരെയധികം നിരീക്ഷണ പാടവമുള്ളവരും അവർ ചുറ്റുപാടുകളെ അറിയാനും അതുപോലെ പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നവരാണ്. കുട്ടികൾ വളരുന്ന വീട്ടിൽ അവരുടെ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും എന്താണോ ചെയ്യുന്നത്, അവർ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അത് നല്ലതാണോ ചീത്തയാണോ എന്നറിയാൻ അവർക്ക് പറ്റില്ല. മനസ്സിലാക്കാനുള്ള വിവേകം അവർക്കുണ്ടാവില്ല. അവരത് അങ്ങനെ തന്നെ മനസ്സിലാക്കുകയും അത് പിന്നീട് വളർന്നു വരുമ്പോൾ അവരുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയെ അത് കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. മോശം സംസാരങ്ങളും പ്രവർത്തികളും കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ അവരുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. മോശം സംസാരങ്ങളും പ്രവർത്തികളും കണ്ടു വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ അവരുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയെ അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അമ്മമാരുടെ അവിഹിത ബന്ധങ്ങൾ കുട്ടികൾ കാണാനിടയായാൽ എന്ന വിഷയത്തെ കുറിച്ചാണ്. അമ്മമാരുടെ അവിഹിത ബന്ധങ്ങൾ കുട്ടികൾ കാണാനിടയായാൽ അത് കുട്ടികളിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ അവരുടെ വളർച്ചയിൽ ഉണ്ടാക്കും. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഒരു റിയൽ സ്റ്റോറി ഷെയർ ചെയ്യാം. ഏകദേശം 13 വർഷങ്ങൾക്ക് മുമ്പ് 14 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ഒരു സ്റ്റോറി, അവളുടെ സ്റ്റോറി, അതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അവളുടെ വീട്ടിൽ അമ്മയും പ്രായമായ അമ്മമ്മയും അവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ കുറെ വർഷം മുമ്പേ ഡൈവേഴ്സ് ആവുകയും ഇടയ്ക്കിടെ കുട്ടിയെ കാണാൻ വേണ്ടി വരികയും അവൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പതിവിലും നേരത്തെ അന്ന് കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വന്നു. പുറത്ത് അമ്മയെയോ അമ്മമ്മയെയോ കണ്ടില്ല. അവൾ നേരെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അവളെ വല്ലാതെ പേടിപ്പെടുത്തി. അമ്മയുടെ മുകളിൽ ഒരാൾ കിടക്കുന്നതാണ് അവൾ കണ്ടത്. അമ്മയെ വല്ലവരും വന്ന് ഉപദ്രവിക്കുകയാണോ എന്ന് കരുതി അവൾ അടുത്ത് ഒരു വടിയെടുത്തുകൊണ്ട് അടിക്കാനൊങ്ങി. അപ്പോഴേക്കും അമ്മയും അയാളും എണീറ്റിരുന്നു. അമ്മ കുട്ടിയെ പിടിച്ചു, മോളെ ഇത് മാമനാണ്, മോളുടെ മാമനാണ് ഇത് എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും മാമൻ പുറത്തേക്ക് പോയിരുന്നു. പിന്നെ പല ദിവസങ്ങളിലും അയാൾ അവൾക്ക് സ്വീറ്റ്സും മറ്റു സാധനങ്ങളുമായി ഒക്കെ വരികയും അവൾ അത് നിരസിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അയാൾ കൊണ്ടുകൊടുക്കുന്ന സാധനങ്ങൾ അയാൾ അവളോട് സ്നേഹം കാട്ടിയപ്പോൾ അവൾ അത് സ്വീകരിക്കുകയും മാമനോടൊന്നിച്ചു പുറത്തു പോകാനുമൊക്കെ തുടങ്ങുകയും ചെയ്തു. അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞപ്പോൾ കുട്ടിക്ക് സമാധാനമായെങ്കിലും കുട്ടിയുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. ഇടയ്ക്കിടെ അമ്മാവൻ കുട്ടിക്ക് ബിസ്ക്കറ്റും സ്വീറ്റ്സുമൊക്കെയായി വരികയും അങ്ങനെ കുട്ടിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ആദ്യം കുട്ടിക്ക് അയാളെ ഇഷ്ടമായില്ലെങ്കിലും പിന്നീട് വളരും തോറും കുട്ടി അയാളെ ഇഷ്ടപ്പെടുകയും അയാളുമായി പുറത്തു പോകാൻ തുടങ്ങുകയും ചെയ്തു. കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് കുട്ടിയുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ, മോശമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ടീച്ചേഴ്സിനുമൊക്കെ അറിയാൻ തുടങ്ങി. പലതവണ സ്കൂൾ അധികൃതർ അമ്മയോട് കുട്ടിയെക്കുറിച്ച് പരാതി പറയാനും തുടങ്ങി. കുട്ടി ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ തന്നെ ആൺകുട്ടികളെയും വിളിച്ച് ടോയ്ലറ്റിൽ പോകുകയും സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് ടീച്ചേഴ്സ് പരാതിപ്പെട്ടിരുന്നു. ചെറിയ കുട്ടിയല്ലേ എന്ന് കരുതി അവരതിനെ അത്ര കാര്യമായിട്ടൊന്നും എടുത്തിരുന്നില്ല. എന്നാൽ കുട്ടി 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുമായി ഒളിച്ചോടുകയും അവിടെ നിന്ന് പോലീസ് പിടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കുട്ടിയെ ഞാൻ പരിചയപ്പെടുന്നത്. കുട്ടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. 14 വയസ്സുള്ള ആ പെൺകുട്ടി വിശദമായി അവളുടെ ജീവിതത്തിലൂടെ, ആ 14 വയസ്സിനിടക്ക് അവളുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നേരത്തെ സ്കൂൾ വിട്ടു വന്നപ്പോൾ അമ്മയോടൊന്നിച്ച് ആ മാമനെ കണ്ട ആ കാഴ്ച അവളുടെ മനസ്സിൽ ഒരു വിങ്ങലായി അന്നും ഉണ്ടായിരുന്നു. കുറെ നേരം അവൾ കരയും, പിന്നെ ചിരിക്കും, പിന്നെ അവള് ഞാൻ ഇങ്ങനെയായത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവൾ ആലോചിച്ചിരിക്കും. പിന്നീട് എന്റെ കുടുംബപരമായിട്ടുള്ള തിരക്കും ജോലി സംബന്ധമായിട്ടുള്ള തിരക്കു കാരണം ഞാൻ അവളെ കുറിച്ച് മറന്നുപോയിരുന്നു. പിന്നീട് എപ്പോഴോ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ അവളെ കുറിച്ച് തിരക്കിയത്. സീരിയലിൽ അഭിനയിക്കാനും സിനിമയിൽ അഭിനയിക്കാനും ഒക്കെ അവൾക്ക് നല്ല താല്പര്യമായിരുന്നു. നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു, നന്നായി അഭിനയിക്കുമായിരുന്നു. പല പരിപാടികളിലും അവൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സീരിയൽ പ്രേമം മൂത്ത് അവൾ സീരിയലിലേക്ക് പോവുകയും ചില സീരിയലുകളൊക്കെ അവൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നീട് ഏതെല്ലാമോ കേസുകളിൽപ്പെട്ട് അവളെ മോശമായ രീതിയിൽ പിടിക്കുകയും അവളുടെ ജീവിതം സ്പോയിലായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുട്ടിക്കാലത്ത് കുട്ടികൾ നേരിട്ടിട്ടുള്ള പല മോശമായിട്ടുള്ള കാര്യങ്ങളും സംസാരങ്ങളും അവരിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ വളർന്നു വരുമ്പോൾ ഉണ്ടാക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എത്രയോ കുട്ടികളുണ്ട്. ഒന്നാമതായി അവരിൽ ഇമോഷണൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇവിടെ അമ്മമാരിലുള്ള വിശ്വാസമാണ് അവിടെ തകർന്നു പോകുന്നത്. റോൾ മോഡലാകുന്ന അമ്മമാര്, അച്ഛന്മാര് കുട്ടികളിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അത് ശരിയാണോ, അത് തെറ്റാണോ എന്നുള്ള ചിന്തയിൽ അവർക്ക് ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. വളർന്നു വരുമ്പോൾ അവരുടെ തെറ്റും ശരിയും അവർ സ്വയം മനസ്സിലാക്കുകയും അതുവഴിയിൽ ആ വേസിലൂടെ തന്നെ അവർ നീങ്ങാൻ അവർക്ക് അതൊരു പ്രചോദനമാവുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാ കുട്ടികളും ഇങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. രണ്ടാമത്തേത് ലോസ് ഓഫ് സേഫ്റ്റിയാണ്. എന്റെ വീട് എന്റേതാണ്, ഞാൻ അവിടെ സുരക്ഷിതയാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കണമെങ്കിൽ അത്തരം ഒരു എൻവയോൺമെന്റ് വീട്ടിൽ ഉണ്ടായിരിക്കണം. ആ ഒരു അവസ്ഥ വീടുകളിൽ ഇല്ലാതിരുന്നാൽ ഞാൻ എന്റെ വീട്ടിൽ സേഫ് അല്ല, ഞാൻ ഇവിടെ ഈ എൻവയോൺമെന്റിൽ ഞാൻ സേഫ് അല്ല, ഞാൻ ഇവിടെ നശിച്ചു പോകും, എനിക്കതിന് പറ്റില്ല, ഇവിടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന രീതിയിൽ കുട്ടികൾ ചിലപ്പോൾ ഒളിച്ചോടി പോകാം. അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കൂടെ പോകാം, മറ്റെന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടാം എന്നുള്ള രീതിയിലൊക്കെ കുട്ടികൾ മാറിപ്പോകുവാൻ ഇടയുണ്ട്. എനിക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല ഈ വീട് എന്നൊരു ഫീലിങ്സ് ഉണ്ടാവുകയും അവർ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും അതിനനുസരിച്ചുള്ള വഴികളിലൂടെ പോകുവാനും അവർ തയ്യാറാകുന്നു. കുട്ടികൾക്ക് സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വ ബോധമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെ അവർക്ക് എന്തും തോന്നാം, അവർക്ക് തോന്നുന്നതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാം. മൂന്നാമതായിട്ട് ഡിസ്റ്റോർഷൻ ഓഫ് മെന്റൽ വാല്യൂസ് ആണ്. എന്താണോ തെറ്റ്, എന്താണോ ശരി എന്ന് മനസ്സിലാക്കാത്ത സമയത്തായിരിക്കും അവർ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നതും സംസാരങ്ങൾ കേൾക്കുന്നതും പ്രവർത്തികൾ കാണുന്നതുമെല്ലാം. ആ സമയത്ത് അതാണോ തെറ്റ്, ഇതാണോ അത് ശരിയാണോ, അത് തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ അവർക്ക് അതിന്റെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും അവർക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. നാലാമതായിട്ട് ഫ്യൂച്ചർ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ആണ്. ആരെ വിശ്വസിക്കും, ആരെ വിശ്വസിക്കരുത് എന്ന് കുട്ടിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ആരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം, ഞാൻ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ കുട്ടിക്ക് ഉണ്ടാവും. മാതാവിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ റോൾ മോഡൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പൊ എങ്ങനെയായിരിക്കണം, മാതാവിനെ പോലെ ആയിരിക്കണോ, മറ്റു കുട്ടികളോട് കൂട്ടുകൂടണോ, എന്താണ് എന്ന് കുട്ടി അപ്പോഴും കൺഫ്യൂഷനിലാകുന്നു. എങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് നല്ലത് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും കുട്ടി മോശം കൂട്ടുകെട്ടിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നു. മറ്റൊന്ന് അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസ്. കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, പഠിച്ചത് മനസ്സിലാകുന്നില്ല, പഠിച്ചത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല, പഠനത്തിന്റെ വില എന്താണെന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയും
അഞ്ചാമത്തെ പോയിന്റ് റിസ്ക് ഓഫ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ്. കുട്ടിക്ക് പല വിധത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്ട്രെസ് ഉണ്ടാകുന്നു, ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഡിപ്രഷൻ ഉണ്ടാകുന്നു. കുട്ടി ചെറുപ്പകാലത്ത് കണ്ട കാഴ്ചകൾ, ആ ട്രോമയിലൂടെയാണ് കുട്ടി ഓരോ വർഷവും ഓരോ ദിവസവും കടന്നു പോകുന്നത്. അതാത് സ്റ്റേജിലെത്തുമ്പോൾ കുട്ടിക്ക് എന്താണ് ശരി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, തെറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കൺഫ്യൂഷനും അവിടെ വരുന്നു. അപ്പൊ കുട്ടിക്ക് അവിടെ ഡിപ്രഷനിലേക്ക് കുട്ടി പോകുന്നു. പല വിധത്തിലുള്ള മാനസികമായിട്ടുള്ള ഡിസോർഡർ, വൈകല്യങ്ങൾ കുട്ടിക്കുണ്ടാവുകയും പഠനത്തിൽ പിന്നോട്ട് പോവുകയും പഠനത്തിൽ വിജയിക്കാൻ കുട്ടിക്ക് പറ്റാതെ വരികയും ചെയ്യുന്നു. വളർന്നു വരുന്തോറും ഓരോ സ്റ്റേജിലും കുട്ടി വളർന്നു വരുന്നതിനനുസരിച്ച് കുട്ടിയിൽ ആ കുട്ടിക്കാലത്ത് കണ്ട, ആ അമ്മയിൽ കണ്ട ആ ഇൻസിഡന്റ് അതിങ്ങനെ കുട്ടിയെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. കുട്ടികൾക്ക് ഇത് ആത്മവിശ്വാസവും ആത്മാഭിമാനവും നഷ്ടമാക്കും. ഇതുപോലെ ഒട്ടനവധി കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം ട്രോമയിലൂടെ കടന്നു പോകുന്നവര് ധാരാളമുണ്ട്. പെൺകുട്ടികൾ ആദ്യമായിട്ട് റോൾ മോഡലാക്കുന്നത് അവരുടെ അമ്മമാരെയാണ്. കുട്ടിക്കാലത്ത് അമ്മമാരുടെ അവിഹിത ബന്ധങ്ങൾ കുട്ടികൾ കാണാനിടയായാൽ അത് അവരുടെ മാനസികമായ വളർച്ചയെയും സാമൂഹികമായ വളർച്ചയെ ബാധിക്കുകയും അത് അവരുടെ മൂല്യങ്ങളെ തകർക്കുകയും സാമൂഹ്യ ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്യും. അത് കുട്ടികളുടെ ഭാവി വളർച്ചയെയും മൂല്യങ്ങളെയും ബന്ധങ്ങളെയും തന്നെ ഗൗരവമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കുടുംബ അന്തരീക്ഷം കുട്ടികൾക്ക് ശാന്തവും സുരക്ഷിതത്വവും ശുദ്ധവുമായിരിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ടേക്ക് കെയർ.